കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ, ഇൻഫർമേഷൻ, കമ്പാരിസൺ ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, ദെൻ ഡാറ്റ പ്രോസസ്സിംഗ്, സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്, ദെൻ നമ്പർ സിസ്റ്റം, ഫോർ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം, decimal, binary, octal and hexadecimal, then number conversion, and 3 number conversions we are already studied. ഏതൊക്കെയായിരുന്നു? decimal to binary, decimal to octal and decimal to hexadecimal. അപ്പോൾ അതിന് പഠിച്ചു. നമ്മൾ മൂന്ന് നമ്പർ കൺവേർഷൻ പഠിച്ചെങ്കിലും ഒരു മെത്തേഡാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. ജസ്റ്റ് എന്തേ ഉള്ളൂ, അതിൽ വാല്യൂസ് മാത്രമേ മാറുന്നുള്ളൂ എന്ന് പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ബാക്കി വരുന്ന 9 കൺവേർഷൻസ് ആണ്. അതിൽ വരുന്ന അടുത്ത കൺവേർഷനാണ് ബൈനറി ടു ഡെസിമൽ, അതുപോലെ തന്നെ ഒക്ടൽ ടു ഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഈ 3 മെത്തേഡ് ഉണ്ട്, അല്ലെ 3 കൺവേർഷൻ ഉണ്ട്. ഈ 3 കൺവേർഷൻ ഉപയോഗിക്കുന്ന മെത്തേഡ് സെയിം ആണ്, ആകെ നമ്പേഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. അപ്പോൾ ആദ്യത്തെ ഇത് നോക്കാം, ബൈനറി ടു ഡെസിമൽ. എങ്ങനെയാണ് ബൈനറി നമ്പറിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അല്ലേ, ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി തിരിച്ച് എ ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡെസിമൽ ഇക്വലന്റ് ബൈ സമ്മിങ് അപ്പ് ദ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് ബിറ്റ് ആൻഡ് ഈസ് വെയിറ്റ്. അല്ലേ, വെയിറ്റ്സ് ആർ സം പവേഴ്സ് ഓഫ് 2, ദാറ്റ് ഈസ് 2⁻0, 2⁻1, 2⁻3 ലൈക്ക് ദാറ്റ്. അല്ലേ, ഇവിടെ എന്താ പറഞ്ഞത്? ഒരു ബൈനറി നമ്പറിനെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഓരോ ബിറ്റും, ബൈനറിയിലെ ഓരോ ബിറ്റും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സമ്മ് കാണുക. അതാണ് എന്ത്? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ബൈനറി നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കിട്ടുന്നതാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ നമുക്ക് എന്തുണ്ട്? 100,101 എന്ന് പറഞ്ഞൊരു ബൈനറി ഉണ്ട്. അല്ലെ, അതിൽ MSB വിറ്റും 1 ആണ്, LSB വിറ്റും 1 ആണ്. ഇനി എങ്ങനെയാണ് ഇതിലെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? അല്ലെ, എന്താ മെത്തേഡ് എന്താ പറഞ്ഞത്? ഓരോ ബിറ്റും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോ ബിറ്റും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അല്ലെ, അങ്ങനെ കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റ് കൂടി സം ചെയ്ത് എന്തായി? വി ഗെറ്റ് ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. ഫസ്റ്റ് LSB വിറ്റ് 1 ആണ്, അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2⁻0, 1 × 2⁻0 1. അല്ലെ, ദെൻ അടുത്തതിന്റെ വെയിറ്റ് 0 എന്ന് പറഞ്ഞ ഡിജിറ്റിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ബിറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2⁻1 ആണ്. ദെൻ അടുത്ത് വരുന്ന ലെഫ്റ്റിൽ വരുന്ന 1 എന്ന് പറയുന്ന ബിറ്റിന്റെ വെയിറ്റ് പറഞ്ഞാൽ 2⁻2 ആണ്. ദെൻ അടുത്ത ലെഫ്റ്റിൽ വരുന്ന 0 എന്ന ബിറ്റിന്റെ വെയിറ്റ് 2⁻3 ആണ്. ദെൻ അടുത്ത ലെഫ്റ്റിൽ വരുന്ന 0ന്റെ വെയിറ്റ് ആണ് 2⁻4 ആണ്. ദെൻ MSB ബിറ്റ് ആയിട്ടുള്ള ലെഫ്റ്റിൽ വരുന്ന 1 അതിന്റെ വെയിറ്റ് ആണ് 2⁻5 ആണ്. അത് 1 × 2⁻5 എന്ന് പറയുമ്പോൾ 32. അല്ലെ, then 0 × 16, 0 × 8, 1 × 4, 0 × 2, 1 × 1. അപ്പോൾ 32 + 4 + 1, that is 37. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്ത് കിട്ടി? മുകളിൽ തന്ന ബൈനറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഫ്രാക്ഷൻസ്. അല്ലെ, ബൈനറി ഫ്രാക്ഷന് ഡെസിമൽ ആക്കാൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇവിടെ എന്തില്ല, ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈച്ച് ബിറ്റ് ഇൻ ദ ഫ്രാക്ഷൻ ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഇസ് കറസ്പോണ്ടിങ് വെയിറ്റ്, ദെൻ വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ്. ദെൻ സമ്മിങ് അപ്പ് ദ പ്രോഡക്റ്റ് വിൽ ഗെറ്റ് ദ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ദ ബൈനറി ഫ്രാക്ഷൻ. അല്ലെ, നോക്കാം. ഇവിടെ നമ്മൾ ചെയ്തു. അല്ലെ, ഫ്രാക്ഷന്റെ ഇവിടെ ഓൾറെഡി ഇന്റിജർ പാർട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഫ്രാക്ഷൻ മാത്രം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഓരോ ഡിജിറ്റും അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ലെ, നമുക്കറിയാം എങ്ങനെയാണ് വെയിറ്റ് കൊടുക്കുന്നത് ഒരു ഫ്രാക്ഷന് വെയിറ്റ് കൊടുക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. എങ്ങനെയാണ്? ബേസ് റേസ് ടു -1, ബേസ് റേസ് ടു -2, ബേസ് റേസ് ടു -3. അല്ലെ, ഇവിടെ ബേസ് എത്രയാണ്? 2 ആണ്. അപ്പൊ 2⁻1, 2⁻2, 2⁻3 അങ്ങനെ പോകും. അല്ലെ, റൈറ്റിലോട്ട് പോകുന്തോറും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പവർ മൈനസ്. അല്ലെ, ഓക്കെ. അപ്പോൾ 1 ആണ് ഫസ്റ്റ് വരുന്ന ലെഫ്റ്റ് ബിറ്റ്. അതിന് എന്ത് ചെയ്യുന്നു? 1 × 2⁻1 പ്ലസ് നെക്സ്റ്റ് വരുന്ന റൈറ്റിലെ ബിറ്റ് 1 ആണ്. സോ 1 × 2⁻2 പ്ലസ് നെക്സ്റ്റ് വരുന്ന റൈറ്റിലെ ബിറ്റ് 0 ആണ്. 0 × 2⁻3. അപ്പോൾ 1 × 2⁻1 എന്ന് പറഞ്ഞാൽ
1/2 എന്നാൽ 0.5 വരും അല്ലേ. 1 into 2 raised to minus 2 എന്ന് പറയുമ്പോൾ 1/2 square, that is 1/4. 1/4 എന്ന് പറഞ്ഞാൽ 0.25. 0 into എന്നുള്ളത് നമ്മളുടെ കേസിൽ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് വരും, 1 into 1/2 0.5 plus 0.25 0.75 എന്ന് വരും. സോ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 29 ഇൻറ്റീജർ പാർട്ട് കിട്ടിയിട്ടുണ്ട്. 29 plus 0.75, സോ 29.75 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്തില്ല, നമുക്ക് ഫ്രാക്ഷൻ സെപ്പറേറ്റ് റൂൾ എന്ന സെയിം റൂൾ തന്നെയാണ്. ജസ്റ്റ് വ്യത്യാസം എന്താണ്, ഫ്രാക്ഷൻ്റെ വെയിറ്റ് കാണുമ്പോൾ എപ്പോഴും റൈറ്റ് ടു റൈറ്റ് ആണ്. അതുപോലെ മൈനസ് ടേംസിലാണ്, ബേസ് റേസ് ടു മൈനസ് എന്നുള്ള രീതിയിലാണ് പവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കൺവേർഷൻ അപ്പോൾ ഏതായിരിക്കും, ബൈനറി ടു ഡെസിമൽ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒക്ടൽ ടു ഡെസിമൽ ആണ്. ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ നമ്പർ എങ്ങനെയാണ് ഡെസിമൽ ആക്കുന്നത്? ഒക്ടൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ഡെസിമൽ ഇക്വലന്റ് ബൈ summing up the product of each octal digit and its weight. Weights are some powers of 8, like 8 raised to 0, 8 raised to 1, 8 raised to 2, 8 raised to 3, 8 raised to minus 1, 8 raised to minus 3, like that. Okay. ഒക്ടൽ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെസിമൽ നമ്പറായി കൺവേർട്ട് ചെയ്യാൻ എന്ത് തന്നെയാണ് പറയുന്നത്, സെയിം മെത്തേഡ് തന്നെ വെച്ച് എന്ത് ചെയ്യുന്നു, ഒന്ന് മാറ്റി പിടിക്കുന്നു, വെയിറ്റ് എന്തായി മാറും, 8ന്റെ പവറിലായി മാറും എന്ന് മാത്രം. അപ്പോൾ ഓരോ ഡിജിറ്റും അതിന്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സമ്മ് കണ്ട് എന്തായി, ഒക്ടൽ ഇക്വലന്റായിട്ടുള്ള ഡെസിമൽ നമ്പറായി. സോ 364 എന്ന് പറഞ്ഞ ഒക്ടൽ നമ്പർ അല്ലേ, ഒക്ടൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, ആദ്യം 4ന്റെ വെയിറ്റ് കൊണ്ട് 4 അതിന്റെ വെയിറ്റ് കൊണ്ട് അല്ലേ, 4 into 8 raised to 0 plus 6 into 8 raised to 1 plus 3 into 8 raised to 2 അല്ലേ. അപ്പോൾ 8 raised to 2 എന്ന് പറഞ്ഞാൽ 64, 6 into 8, 4 into 1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 192 plus 48 plus 4, നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 244 എന്ന് കിട്ടും. ഇനി ബൈനറി ഒക്ടൽ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കാൻ അവിടെ എന്ത് തന്നെയാണ്, സെയിം റൂൾ തന്നെയാണ്. എന്ത് ചെയ്യുന്നു, ഫ്രാക്ഷനിലുള്ള ഓരോ ഡിജിറ്റും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അപ്പോൾ വെയിറ്റ് എങ്ങനെയാണ് ഫ്രാക്ഷൻ അസൈൻ ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആദ്യത്തെ അതിന് ഡിജിറ്റിന് ബേസ് റേസ് ടു -1, നെക്സ്റ്റ് ഡിജിറ്റിന് ബേസ് റേസ് ടു -2, ലൈക്ക് ദാറ്റ്. അപ്പോൾ 1 into 8 raised to -1 plus 6 into 8 raised to -2 അല്ലേ. 8 raised to -1 എന്ന് പറഞ്ഞാൽ എന്താ, 1/8 raised to 1, 1/8 raised to 1, 1/8 raised to 1 എന്ന് പറഞ്ഞാൽ 1/8. ദെൻ 8 raised to -2 എന്ന് പറഞ്ഞാൽ എന്താ, 1/8 സ്ക്വയർ, 1/64 അല്ലേ. അപ്പോൾ ഇവിടെ അതിന്റെ വാല്യൂസ് ഇക്വലന്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടും 159.21875 എന്ന് നമുക്ക് അവിടെ കിട്ടി. ഇനി എന്താണ് അടുത്ത മെത്തേഡ്, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. അടുത്ത കൺവേർഷൻ ആണ് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഹെക്സാഡെസിമൽ നമ്പറിനെ എന്താ പറയുന്നത്, ഹെക്സാഡെസിമൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഡെസിമൽ ഇക്വലന്റ് ബൈ summing of the product of each hexadecimal digit and its weight. Weights are powers of 16. ഇവിടെ അതിന് എന്താണ്, സെയിം മെത്തേഡിന് എന്ത് ചെയ്യുന്നു, ഓരോ ഡിജിറ്റും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സമ്മ് എടുത്ത് എന്തായി, നമ്മുടെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറായി മാറി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരാം, ABCDE and F എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ അല്ലെ വരാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, എക്ക് കറസ്പോണ്ടിങ് ആയി ഡിജിറ്റ്, എ എന്ന് പറയുന്ന ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയി 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ബി എന്ന് പറയുന്ന ഡിജിറ്റിന് 11, സി എന്ന് പറഞ്ഞ 12, അങ്ങനെ നമ്മൾ എഫ് വരെ എഫിന് എന്ത് ചെയ്യും 50 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നോക്കാം, 1 to a 16 ആണ് അല്ലെ, ടു ദ ബേസ് 16 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, a into 16 raised to 0, a മാറ്റിയിട്ട് അവിടെ എന്താക്കും 10 ആക്കും അല്ലെ. അപ്പോൾ 10 into 16 raised to 0, then 2 into 16 raised to 1 plus 1 into 16 square അല്ലെ, 16 raised to 2. അപ്പോൾ എന്തിട്ട് 1 into 6 plus 2 into 16 plus 10 into 1. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി, 298 എന്നുള്ള ഡെസിമൽ നമ്പർ കിട്ടി. ഫ്രാക്ഷൻ ഇതേപോലെ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്തു, 16 raised to -1. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, 11 എന്ന് കൊടുത്തു അല്ലെ. സിക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം 12 എന്ന് വന്നു, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10 വന്നു. ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ 684.688 എന്ന് കിട്ടി. അപ്പോൾ ഈ 3 മെത്തേഡ് അല്ലെങ്കിൽ 3 നമ്പർ കൺവേർഷനും ഒരു സിംഗിൾ മെത്തേഡാണ് ഉപയോഗിച്ചത് അല്ലെ. ഓരോ ഡിജിറ്റും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ കിട്ടിയ പ്രൊഡക്റ്റിന്റെ സമ്മ് കണ്ടാൽ എന്തായി, അതിന് കറസ്പോണ്ടിങ് ആ നമ്പർ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കിട്ടി എന്നർത്ഥം. ഓക്കെ. ഇനി അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് അടുത്ത 2 കൺവേർഷൻ. ഇപ്പൊ നമ്മൾ 6 കൺവേർഷൻ പഠിച്ചു, 12ാമത്തിൽ 6 കൺവേർഷൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. അതിന് 2 മെത്തേഡ് ഇതുവരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാം അല്ലെ. 6 കൺവേർഷൻ ആകെ നമ്മൾ 2 മെത്തേഡ് ഉപയോഗിച്ചില്ല. ആദ്യത്തെ 3 ഒരു മെത്തേഡും
നെക്സ്റ്റ് 3 രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചു. ഇനി അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് ഒക്ടൽ ടു ബൈനറി അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ ടു ബൈനറി ആണ്. ഒക്ടൽ ടു ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ ടു ബൈനറി അടുത്ത രണ്ടെണ്ണം. അതിൽ രണ്ടിനും എന്താണ് മെത്തേഡ് സെയിം ആണ്. മൂന്നാമത്തെ മെത്തേഡ് പഠിക്കുകയാണ്. പക്ഷെ എന്താണ് നമ്മൾ ഈ രണ്ടെണ്ണം കൂടി പഠിച്ചു കഴിയുമ്പോൾ 8 കൺവേർഷൻ കഴിയും അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ആദ്യം ഒക്ടൽ ടു ബൈനറി എന്താ പറഞ്ഞുള്ളത്? ആ ഒക്ടൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇസ് ബൈനറി ബൈ കൺവേർട്ടിംഗ് ഈച്ച് octal digit to its 3-bit binary equivalent. എന്താ പറഞ്ഞാൽ by converting each octal digit to its 3-bit binary equivalent. എന്തുണ്ട് octal digits എന്ന് പറയുമ്പോൾ 0 തൊട്ടിട്ട് 7 വരെയുള്ള ഡിജിറ്റ് ആണ് അല്ലെ. 0 1 2 3 up to 7 വരെയുള്ള. അങ്ങനെ ഓരോ ഡിജിറ്റ് എന്തുണ്ട് 3 ബിറ്റ് ബൈനറി ഈക്വലന്റ് ഓൾറെഡി എന്തുണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 0ന്റെ ബൈനറി ഈക്വലന്റ് നോക്കാൻ 0 0 0, 1ന് ബൈനറി ഈക്വലന്റ് 0 0 1, 2നാണെങ്കിൽ 0 1 0, 3ക്കാണ് 0 1 1, അതുപോലെ തന്നെ 4നാണെങ്കിൽ 1 0 0, 5നാണെങ്കിൽ 1 0 1, 6നാണെങ്കിൽ 1 1 0, 7ആണെങ്കിൽ 1 1 1. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു നോക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 7 ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി കണ്ടതിന് എന്തായി 3 ഡിജിറ്റ് ആയിരിക്കണം എന്ന് മാത്രം. അതുപോലെ 5 ഇക്വലന്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് ബൈനറി ഇക്വലന്റ് കണ്ടാൽ മതി, അല്ലെങ്കിൽ ബൈനറി കണ്ടായി 5ന്റെ ബൈനറിനെയാണ് എന്ത് 1 0 1 എന്ന് പറയുന്നത്. ഓക്കെ, 1ന്റെ ബൈനറി 1 കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്താണ് 3 ബിറ്റ് ഉള്ളതുകൊണ്ട് 0 0 1 കൊടുത്തു. അതൊന്നെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു നോക്കാം, അതല്ലെങ്കിൽ ഈ രീതിയിലും നിങ്ങൾക്ക് കൺവേർട്ട് മീൻസ് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി ഇക്വലന്റ് കാണാം, മറ്റൊരു ഡിജിറ്റ് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി ഇക്വലന്റ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇന്റിജർ പാർട്ടിനാണെങ്കിലും ഒരേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1 4 7 8 1 അല്ലെ. ആ 1ന് ഇക്വലന്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ എത്ര വരും 0 0 1 എന്ന് വരും. ഓക്കെ, 4ന് ഇക്വലന്റ് ആയിട്ടുള്ളത് വരുമ്പോൾ 1 0 0 എന്ന് വരും. 7 ഇക്വലന്റ് ആയിട്ട് 1 1 1 അല്ലെ. അപ്പോൾ 0 0 1 1 0 0 1 1. ഇനി അത് ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി ഈ 1 4 7 എന്ന് പറഞ്ഞ ഒക്ടൽ നമ്പർ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ അവിടെ കിട്ടും. വളരെ ഈസിയാണ്, ആ ടേബിൾ മാത്രം പഠിച്ചിരുന്നാൽ മതി നടത്തും. ഇനി ഇവിടെ 5 4 3 എന്ന് പറയുന്നതിന് 5ന് കൊടുത്തു, 4ന്റെ ഇക്വലന്റ് 3 ബിറ്റ് കൊടുത്തു, 3ക്ക് ഇക്വലന്റ് ആയിട്ട് കൊടുത്തു. സോ അതിനെ കൺവേർട്ട് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി ഈ പറഞ്ഞ ഒക്ടലിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി കിട്ടി. അപ്പോൾ ഇവിടെ സ്പേസ് കാണിക്കണമെന്നില്ല, സ്പേസ് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അത് മാത്രമാണ്, എഴുതുമ്പോൾ സ്പേസ് കാണിക്കേണ്ടത്. അപ്പോൾ വളരെ എളുപ്പമാണ് എന്ത് ഒക്ടൽ ടു ബൈനറി അതുപോലെ ഹെക്സാഡെസിമൽ ടു ബൈനറി അല്ലേ. അപ്പോൾ ഹെക്സാഡെസിമൽ ടു ബൈനറി എന്തായിരിക്കും, ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഈ ഹെക്സാഡെസിമൽ ഡിജിറ്റ് ടു ഇസ് 4-bit ബൈനറി എന്ത് ചെയ്യുന്നു, ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കാൻ വേണ്ടി ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4-bit ബൈനറി ഇക്വലന്റ് ആയിട്ട് മാറ്റും അല്ലെ. ഇവിടെ 3 ബിറ്റ് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് 3 ബിറ്റ് കൊണ്ട് മാക്സിമം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാണ് 7 ആണ് അല്ലെ. 3 1 ആണ് മാക്സിമം, അത് 7 ആണ് വരുള്ളൂ. പക്ഷെ നമുക്കിവിടെ എന്തുണ്ട് 16 സിമ്പിൾസ് ഉണ്ട്. 16 സിമ്പിൾസ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം 4 ബിറ്റ് വേണം. അതുകൊണ്ടാണ് ഇവിടെ 4 ബിറ്റ് ആക്കിയിട്ട് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റും 4 ബിറ്റ് ബൈനറി ഇക്വലന്റ് കൊടുത്തു. 0ക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ 4 0 അല്ലെ. 1ന് നോക്കുകയാണെങ്കിൽ എന്താണ് 2 0 1ന് പകരം 3 0 1. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ മറന്നുകൊണ്ടാണ്. അപ്പോൾ ഒക്ടൽ ഡിജിറ്റിന്റെ 7 വരെയുള്ള അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക. ജസ്റ്റ് എന്ത് ചെയ്യും അഡീഷണൽ ബിറ്റ് വരും, അതെന്താവും അതിന് ലെഫ്റ്റിൽ 0 എന്ന് കൊടുത്തു. അപ്പോൾ 0 1 1 1 ആണ് അതിന് 7ന് വരിക അല്ലെ. അതിനുശേഷം 8ന് 1 0 0, 9 ആണെങ്കിൽ 1 0 0 1, 10നാണെങ്കിൽ 1 0 ദാറ്റ് ഈസ് എക്ക് ആണെങ്കിൽ 1 0 1 0, ബിക്ക് ആണെങ്കിൽ 1 0 1 1, സിക്ക് ആണെങ്കിൽ 1 1 0 0, ഡിക്ക് ആണെങ്കിൽ 1 1 0 1, ഇക്ക് ആണെങ്കിൽ 1 1 1 0, എഫിനാണെങ്കിൽ 1 അല്ലെങ്കിൽ 4 1s കൊടുത്താൽ റെഡിയാണ്. അപ്പോൾ നമുക്കിവിടെ ഇതും എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇക്വലന്റ് ആയിട്ടുള്ള ഓരോ ഡിജിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി കൺവേർഷൻ നടത്തിയാൽ മതി. മീൻസ് ബൈനറി കണ്ടുപിടിച്ചാൽ മതി. ഡെസിമൽ ടു ബൈനറി എന്നുള്ള ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കിട്ടും. അത് വെച്ച് പക്ഷെ എന്തായിരിക്കണം 4 ബിറ്റിലായിരിക്കണം റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്ന് മാത്രം. 0ക്ക് ബൈനറി എന്ത് തന്നെയാണ് 0 തന്നെയാണ് അല്ലെ. 1 എന്ന് പറയുന്ന ഡെസിമൽ ഡിജിറ്റിനുള്ള ബൈനറി പറഞ്ഞാൽ 1 ആണ്. അതുപോലെ 2 എന്ന് പറഞ്ഞ ബൈനറി ഡെസിമൽ ഡിജിറ്റിനുള്ള ബൈനറി പറഞ്ഞാൽ 1 0 ആണ്. അപ്പോൾ അവിടെ 2 ബിറ്റുകൾ, പക്ഷെ നമുക്ക് 4 ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ എന്ത് ചെയ്യും 2 0 ഇട്ട് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കും. അപ്പോൾ A69 എന്ന് പറയുമ്പോൾ A10 ആണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എത്രയാണ് 1 0
10. 6 equivalent ആയിട്ടുള്ള ബൈനറി പറഞ്ഞാൽ 0 1 1 0. 9 equivalent ആയിട്ടുള്ളത് 1 0 0 1 അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു, അത് അവിടെ എന്ത് ചെയ്തു, ക്ലബ് ചെയ്ത് എന്തായി, നമുക്ക് A69 equivalent ആയിട്ടുള്ള ബൈനറി കിട്ടി. 3AC.B ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, 3ക്ക് ഇക്വലന്റ് ആയിട്ട് 0 0 1 1, Aക്ക് ഇക്വലന്റ് ആയിട്ട് 1 0 1 0, Cക്ക് ഇക്വലന്റ് ആയിട്ട് 1 1 0 0, Bക്ക് ഇക്വലന്റ് ആയിട്ട് 1 0 1 1. 1 0 1 1 B എന്ന് പറയുന്നത് ഫ്രാക്ഷൻ പാർട്ട് ആയതുകൊണ്ട് ഡോട്ട് 1 0 1 1 കൊടുക്കുന്നു, നമ്മൾ ക്ലബ് ചെയ്ത് എഴുതും. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ 8 കൺവേർഷൻ മെക്കാനിസം 3 മെത്തേഡും പഠിച്ചു കൺവേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത 2 മെത്തേഡ്, ദാറ്റ് ഈസ് ബൈനറി ടു ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ബൈനറി ടു ഒക്ടൽ ആൻഡ് ബൈനറി ടു ഹെക്സാഡെസിമൽ, അടുത്ത 2 മെത്തേഡ്. അപ്പോൾ 10ാമത്തെ നമ്പർ കൺവേർഷൻ സിസ്റ്റം വരെ നമ്മൾ പഠിക്കുകയാണ്. ഇതുവരെ 3 പഠിച്ചു, ഇത് 4ാമത്തെ മെത്തേഡായി. സോ എന്താണ് ഇവിടെ ബൈനറി ടു ഒക്ടൽ ആൻഡ് ബൈനറി ടു ഹെക്സാഡെസിമൽ. ഇതും വളരെ എളുപ്പമാണ്, നേരത്തെ പഠിച്ച ടേബിൾ അറേഞ്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം മെത്തേഡ് വായിക്കാം. എ ബൈനറി നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് into its octal equivalent by grouping binary digit to group of 3 bits and then each group is converted to its octal equivalent. Start grouping from right to left. എന്താ പറഞ്ഞത്, ഒരു ബൈനറി നമ്പറിനെ അതിന്റെ ഒക്ടൽ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ബൈനറി ഡിജിറ്റിനെ എന്ത് ചെയ്യുക, 3 ബിറ്റിന്റെ ഗ്രൂപ്പുകളാക്കി തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ 3 ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് നമ്മൾ ആ ടേബിൾ ഉണ്ട്, ആ ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 3 ബിറ്റായിട്ട് എങ്ങനെ തിരിക്കേണ്ടത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ല, അതിന് പകരം എന്താണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക, റൈറ്റിന് ആദ്യത്തെ 3 ബിറ്റ് ഒരു ഗ്രൂപ്പ്, അടുത്ത 3 ബിറ്റ് ഒരു ഗ്രൂപ്പ്, അടുത്ത 3 ബിറ്റ് ഒരു ഗ്രൂപ്പ്, അങ്ങനെ റൈറ്റിന് ലെഫ്റ്റിലോട്ട് ഓരോ 3 ബിറ്റിനും ഓരോ ഗ്രൂപ്പാക്കി കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന 3 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് ഏതാണോ നമ്മൾ ടേബിൾ നോക്കുക, അത് വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബൈനറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ, ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 10111110 അല്ലെ. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ഉം 3ഉം 7 ഡിജിറ്റ് ഉണ്ടാവും അല്ലെ, 7 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ആദ്യം റൈറ്റ് ടു ലെഫ്റ്റ് എന്നാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 0 1 1 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാക്കി, അടുത്ത 3 ബിറ്റ് ആയിട്ടുള്ള 1 1 0 എന്നുള്ള വീണ്ടും ഒരു ഗ്രൂപ്പാക്കി, അതിനുശേഷം 1 എന്ന് മാത്രമുള്ള ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ അല്ലെ, അവിടെ ഒരു ബിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുക, നമ്മൾ അസ്യൂം ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ലെഫ്റ്റിൽ എന്ത് ചെയ്യും, 2 0 അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ 2 0 അസൈൻ ചെയ്യും. അപ്പോൾ അവിടെ എന്തായി, 3 ബിറ്റായി. ഇനി എന്ത് ചെയ്യുന്നു, നമ്മൾ ടേബിൾ നോക്കിയിട്ട് 110ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് ഏതാണ്. 110 എന്ന് പറയുമ്പോൾ 4 2 6 ആണ്, അപ്പോൾ 6 വരും. 0 1 1 എന്ന് പറയുമ്പോൾ 3 ആണ്, 0 0 1 എന്ന് പറയുമ്പോൾ 1, അപ്പോൾ 1 3 6 നമ്മളുടെ ഒക്ടൽ കിട്ടി, ഒക്ടൽ നമ്പർ കിട്ടി 136. ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടെങ്കിൽ, ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഗ്രൂപ്പ് ചെയ്യുന്നു അല്ലെ, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രാക്ഷണൽ പാർട്ടിലുള്ള ഇൻറ്റിജർ പാർട്ട് വേറെ ഗ്രൂപ്പും ഫ്രാക്ഷണൽ പാർട്ട് വേറെ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുന്നത് വേറെ രീതിയിലുമാണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻറ്റിജർ രണ്ടും കൂടി ചേർത്ത് ഗ്രൂപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻറ്റിജർ പാർട്ടിന്റെ 3 3 ഉള്ള റൈറ്റിൽ നിന്ന് 3 ഉള്ള ഗ്രൂപ്പാക്കി മാറ്റി, ലാസ്റ്റിൽ 1 0 2 ബിറ്റ് ഉള്ള, അപ്പം എന്ത് ചെയ്യുന്ന ഒരു 0 ലെഫ്റ്റിൽ ആഡ് ചെയ്യും, അപ്പോൾ 0 1 0 എന്നായി മാറും. ഇനി റൈറ്റ് ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത്, നമ്മളിവിടെ പറഞ്ഞു ഇൻറ്റിജർ പാർട്ടിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഡയറക്ഷൻ തെറ്റരുത് കേട്ടോ, ഡയറക്ഷൻ റൈറ്റ് ചെയ്താൽ ലെഫ്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അതേസമയം ഫ്രാക്ഷണൽ പാർട്ടിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെയാണ്, 3 ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കി മാറ്റും, പക്ഷെ അതെങ്ങനെ ആണ്, എവിടുന്നാണ് വരുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, നമ്മളവിടെ ഗ്രൂപ്പ് ചെയ്യുന്ന കണ്ടില്ല, ഓരോ ഗ്രൂപ്പ് ഇത് കൊണ്ട് അല്ലേ, അപ്പോൾ 0 ആഡ് ചെയ്തു. അപ്പോൾ നമുക്കവിടെ ഫ്രാക്ഷണൽ പാർട്ട് നോക്കി നിങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് ശ്രദ്ധിച്ചാൽ കാണാം, എന്താണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റ് മാറിപ്പോകും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ആദ്യത്തെ 3 ബിറ്റ് 0 1 1 എന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റി, അടുത്ത ഒരൊറ്റ ബിറ്റ് ഉള്ളൂ, 1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബിറ്റ് ഉള്ളു, അപ്പോൾ 3 ബിറ്റായി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, റൈറ്റിൽ 2 0 ആഡ് ചെയ്യും. ഓക്കെ, റൈറ്റിൽ 2 0 ആഡ് ചെയ്യുമ്പോൾ എന്തായി, 1 0 0 ദാറ്റ് ഈസ് 4 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഒക്ടൽ ടു ബൈനറി ടു ഒക്ടൽ എങ്ങനെയാണ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ബൈനറിനെ 3 ബിറ്റുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റും അല്ലെ. എന്നിട്ട് ആ ഓരോ 3 ബിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ ഡിജിറ്റ് ടേബിളിൽ നിന്ന് എടുത്ത് അവിടെ റീപ്ലേസ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഏത് സൈഡിൽ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? കാരണം നമുക്ക് ഗ്രൂപ്പ് എക്സാക്ട് 3 ബിറ്റ് ആവണമെന്നില്ല അല്ലെ. അതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് സൈഡിൽ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഇന്റീജർ പാർട്ടിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും എന്നുള്ള രീതിയിലാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ എന്താണ്, പെട്ടെന്ന് തെറ്റിപ്പോവുകയും ചെയ്യും. നമ്മൾ എഴുതി പഠിച്ച് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും അത് പിന്നെ മാറിപ്പോവുകയില്ല. ഓക്കെ, ബൈനറി ടു ഹെക്സാഡെസിമൽ സെയിം പർപ്പസ് തന്നെ, സെയിം മെത്തേഡ് തന്നെ. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്ന 4-3ക്ക് പകരം 4 ആയിട്ട് മാറും. 4 ഡിജിറ്റിന്റെ ഗ്രൂപ്പ് ആയിട്ട് മാറും അല്ലെ. ഇവിടെ ഇന്റീജർ പാർട്ടിന് എന്ത് ചെയ്യുന്നു, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഗ്രൂപ്പ് ചെയ്യുന്നു. ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. A binary number can be converted into hexadecimal equivalent by grouping binary digit into group of 4 bit and then each group is converted to its hexadecimal equivalent. Start grouping from right to left for integer part and for fractional part group from left to right. Okay. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ബിറ്റുള്ള ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ 1110 എന്നുള്ളത്, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ 101. അപ്പോൾ അവിടെ ഒരു ബിറ്റിന്റെ കുറവുണ്ട്. ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്ന ഒരു 0 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഗ്രൂപ്പ് ചെയ്ത് ആദ്യത്തെ ഗ്രൂപ്പ് 0 ആഡ് ചെയ്ത് സെക്കൻഡ് ഗ്രൂപ്പായി. ഇനി അതിന് കറസ്പോണ്ടിങ് ഇക്വലന്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് നമ്മൾ ആ നേരത്തെ പഠിച്ച ടേബിളിൽ നിന്ന് എടുക്കുന്നു. 0101 എന്ന് പറയുമ്പോൾ 5 വന്നു. ദെൻ 110 എന്ന് പറയുമ്പോൾ നമുക്കവിടെ വരുന്നത് ഇ ആയിരിക്കും. അപ്പോൾ 5E എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പർ കിട്ടി അല്ലെ. ഇനി ഫ്രാക്ഷണൽ പാർട്ട് ഉള്ളത് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു അല്ലെ, ഗ്രൂപ്പ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഇന്റീജർ പാർട്ടിന് റൈറ്റ് ടു ലെഫ്റ്റും ഫ്രാക്ഷണൽ പാർട്ടിന് ലെഫ്റ്റ് ടു റൈറ്റും ആണ്. 4 ബിറ്റാക്കി കൺവേർട്ട് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് വന്നു, VM.7 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 10 മെത്തേഡ് പഠിച്ചു. 2 മെത്തേഡേ പഠിക്കാനുള്ളൂ. അത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ 10 മെത്തേഡ് പഠിക്കാൻ 10 കൺവേർഷൻ പഠിക്കാൻ ആകെ എത്ര മെത്തേഡ് ഉപയോഗിച്ചുള്ളൂ? 4 മെത്തേഡ് ഉപയോഗിച്ചോളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പഠിച്ചു പോകാൻ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഇതിൽ എക്സാമ്പിൾ നോക്കി എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ബുക്കിൽ എക്സാമ്പിൾ ആദ്യം ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് നിങ്ങളും ചെയ്ത് നോക്കുക. എന്താ ബുക്കിൽ എക്സാമ്പിളിൽ കറക്റ്റ് ആണോ, നിങ്ങൾ ചെയ്തതും കറക്റ്റ് ആണോ, സ്റ്റെപ്പൊക്കെ കറക്റ്റ് ആണോ, വാല്യൂ കറക്റ്റ് ആണോ, ഈ കറക്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് തെറ്റി എന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ വേറെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ 2 എക്സാമ്പിൾ ഉണ്ടാകും. അപ്പോൾ വേറെ അടുത്ത എക്സാമ്പിൾ എടുത്ത് ഇതേപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താവും, ഇത് നല്ല കൃത്യമായിട്ട് എല്ലാ മെത്തേഡും ക്ലിയർ ആയിട്ട് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ടാണ് നമ്മൾ മൈൻഡിൽ കിടക്കും. ഓക്കെ, ചെയ്ത് പഠിക്കാതെ പോകാൻ പറ്റില്ല. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പറയുമ്പോഴും വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് തെറ്റുപറ്റും. ഓക്കെ, ദെൻ അപ്പം നമ്മൾ അടുത്ത മെത്തേഡ് ദറ്റ് ഈസ് ഒക്ടൽ ടു, അടുത്ത കൺവേർഷൻ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ അല്ലെ. ഒക്ടൽ ടു ഹെക്സാഡെസിമലും അതുപോലെ ഹെക്സാഡെസിമൽ ടു ഒക്ടലും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയൊരു മെത്തേഡ് ഒന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച മെത്തേഡ് 2 ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ കൺവേർഷൻ നടത്തുന്നത്. അപ്പോൾ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാൻ നമ്മൾ സിംപ്ലി പറഞ്ഞ എന്ത് ചെയ്താൽ മതി, ആദ്യം ഒക്ടൽ ടു ബൈനറി ചെയ്യുക, അതിനുശേഷം ബൈനറി ടു ഹെക്സാഡെസിമൽ. ഈ 2 മെത്തേഡ് കൊണ്ട് ക്ലബ് ചെയ്ത് എന്തായി മാറി, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആയി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒക്ടൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പർ ആക്കി മാറ്റാൻ ആദ്യം ഒക്ടലിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ ബൈനറിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരത്തെ പഠിച്ച ഒക്ടൽ ടു ബൈനറി മെത്തേഡും ബൈനറി ടു ഹെക്സാഡെസിമൽ നമ്പർ മെത്തേഡ് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറി, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആയി. ഓക്കെ, ഇവിടെ നോക്കാം ഒരു എക്സാമ്പിൾ. 457 എന്ന ഒക്ടലിനെ നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, 457 ആദ്യം എന്ത് ചെയ്യുന്നു, ഒക്ടൽ ടു ബൈനറി 4ഉം 5ഉം 7ഉം ഇക്വലന്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി അവിടെ എഴുതി വെച്ചു അല്ലെ. ഒക്ടൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യുന്നത് 3 ബിറ്റ് കോഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്ത് ക്ലബ് ചെയ്തപ്പോൾ ബൈനറി ആയി. ഇനി എന്ത് ചെയ്താൽ മതി, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്താൽ മതി. ആ ബൈനറിനെ ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനെന്ത് ചെയ്താൽ മതി, ബൈനറിനെ 4 ബിറ്റുള്ള ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അതിന് 4 ബിറ്റ് ആയില്ല. അപ്പോൾ എക്സാക്ട്ലി 16 ബിറ്റ് ഉള്ളത് കൊണ്ട് 12 ബിറ്റ് ഉള്ളത് കൊണ്ട് 4 ബിറ്റ് ആയിട്ട് എക്സാക്ട്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 4 ബിറ്റ് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 12F എന്നുള്ള നമ്പർ നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ നേരത്തെ പഠിച്ച 2 മെത്തേഡ് തന്നെയാണ്, നിങ്ങളത് നോക്കിയാൽ മതി. ദെൻ
ഹെക്സാഡെസിമൽ ടു ഒക്ടൽ അല്ലെ. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ അപ്പോൾ എങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യുക? നിങ്ങൾ പറയൂ. ഓക്കെ, കറക്റ്റ്. ഹെക്സാഡെസിമൽ ടു ഒക്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെക്സാഡെസിമൽ ടു ബൈനറി ഫസ്റ്റ് ചെയ്യണം, അതിനുശേഷം ബൈനറി ടു ഒക്ടൽ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഹെക്സാഡെസിമൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ നമ്പറിന് ആദ്യം എന്ത് ചെയ്യുന്നു? ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്നു അല്ലെ. ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ഡിജിറ്റിനും ഇക്വലന്റ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി അവിടെ റീപ്ലേസ് ചെയ്യും ഡിജിറ്റ് വെച്ച് അല്ലെ. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് 1010, 2ന് കറസ്പോണ്ടിങ് 0010, ഡിക്ക് കറസ്പോണ്ടിങ് 1101. അത് ക്ലബ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ഒരു ബൈനറി കിട്ടി അല്ലെ. ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി? ബൈനറി ടു ഒക്ടൽ. ബൈനറി ടു ഒക്ടൽ എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പറിന് 3 ബിറ്റുള്ള ബൈനറി ഗ്രൂപ്പ് ആക്കുക, ഫ്രം ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെ. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി. അതിന് എന്ത് ചെയ്യുന്നു? ആ കിട്ടിയ ഗ്രൂപ്പിന്, ഓരോ ഗ്രൂപ്പിനും 3 ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്മൾ ടേബിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. 5055 എന്നുള്ള ഡിജിറ്റ് കിട്ടുന്നു. അവിടെ ഹെക്സാഡെസിമൽ ടു ഒക്ടൽ പഠിച്ചു. അപ്പോൾ നമ്പർ കൺവേർഷൻ സിസ്റ്റം നമ്മൾ പഠിച്ചു. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ 12 നമ്പർ കൺവേർഷൻ ഉണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ആകെ 5 മെത്തേഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 മെത്തേഡ് പഠിച്ചാൽ ഇനി 12 എണ്ണം നമുക്ക് ചെയ്യാം, ഈസി ആയി ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് 4 എണ്ണം പഠിച്ചാൽ മതി, 5 എണ്ണം നമുക്ക് ഈസി ആയിട്ട് 12 നമ്പർ കൺവേർഷൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബൈനറി അഡീഷൻ, അതുപോലെ ബൈനറി സബ്സ്ട്രാക്ഷൻ അല്ലെ. ബൈനറി നമ്പേഴ്സിന്റെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ നമ്മൾ നോർമൽ ഡെസിമൽ നമ്പേഴ്സിന്റെ അഡീഷൻ പഠിച്ചിട്ടില്ല. ബൈനറി നമ്പർ അഡീഷൻ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. 0 + 0 അല്ലെ. 0യും കൂട്ടി കഴിഞ്ഞാൽ എന്താണ്? ബൈനറി ഡിജിറ്റ് 0യും അതുപോലെ തന്നെ ബൈനറി ഡിജിറ്റ് 0യും കൂട്ടി കഴിഞ്ഞാൽ 0 തന്നെയാണ് അല്ലെ. ഇനി 1 + 0, ബൈനറി ഡിജിറ്റ് 1 + 0 1 തന്നെ കിട്ടും അല്ലെ. അപ്പോൾ അതായത് 1 0 + 1, അതുപോലെ 0 + 1 പറഞ്ഞാലും 1 തന്നെ കിട്ടും. ദെൻ ബൈനറി ഡിജിറ്റ് 1 + 1 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ഇതാണ്. ആക്ച്വലി 0 ആണെന്ത് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതുപോലെ ഒരു ക്യാരി ഉണ്ടാവും ഇവിടെ, ഒരു ക്യാരി, ദാറ്റ് ഈസ് 1. സിസ്റ്റം എന്ന് പറയുന്നത് ക്യാരി ടു ദ നെക്സ്റ്റ് കോളം. 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ശരിക്കും 1 0, അതിൽ 1 ക്യാരി ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം 1 + 1 നമുക്ക് നോർമലി 1 + 1 ഈ ബൈനറി ഡിജിറ്റ് 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഡിജിറ്റ് ഏതാണ്? 2 ആണ് അല്ലെ. 2 എന്ന് പറയുന്ന ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 1 0 ആണ്. അതുകൊണ്ടാണ് ശരിക്കും 1 + 1 എന്ന് പറഞ്ഞാൽ 0, 1 ക്യാരി എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. ഇപ്പൊ നമുക്ക് 2 ബൈനറി ഡിജിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് നോക്കാം. 1 + 1 1 1 + 1 എന്ന് പറയുമ്പോൾ 0 എന്നുള്ളത് കിട്ടി, 1 ക്യാരി കിട്ടി അല്ലെ. ആ 1 എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് വരുന്ന 0 + 0ന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 0 + 0 0 പ്ലസ് ആ ക്യാരി കിട്ടിയ 1 കൂടി ആഡ് ചെയ്യുമ്പോൾ 1 വന്നു അല്ലെ. അപ്പോൾ 1 വന്നു, ക്യാരി 1 വന്നു. ആ 1 എന്ത് ചെയ്യുന്നു? 0ന്റെ കൂടെ 0 + 0ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 വന്നു അല്ലെ. ഇനി എന്ത് ചെയ്യുന്നു? 0 + 1 എന്നുള്ള നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. ദെൻ 1 നേരത്തെ 1 കിട്ടി, ആഡ് ചെയ്ത് 1 1 1 1 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി ബൈനറി സബ്സ്ട്രാക്ഷന്റെ റൂളാണ്. 0 എന്ന് മൈനസ് ചെയ്താൽ 0 തന്നെയാണ് അല്ലെ. 1 എന്ന് 0 മൈനസ് ചെയ്യാൻ എന്തായി? ആക്ച്വലി എന്താ വരിക? 1 ആണ് അല്ലെ. 1 എന്ന് 0 മൈനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1 എന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 1 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ആ 1 + -0 എന്ന 1 1 1 - 1 എന്ന് പറഞ്ഞാലോ 1 നിന്ന് കുറച്ചാൽ 0 തന്നെയാണ്. സോ അതുകൊണ്ട് 1 - 1 0. ദെൻ 0 - 1, 0ൽ നിന്ന് 1 കുറച്ചാൽ അല്ലെ, 0ൽ നിന്ന് കുറച്ചാൽ എന്താ കിട്ടുക? അവിടെ 1 ആണ് കിട്ടുക അല്ലെ, വിത്ത് ബോറോ 1. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ നമുക്ക് ബൈനറി നോർമൽ അഡീഷണൽ പഠിക്കുന്ന പോലെ ഒന്ന് ബോറോ ചെയ്യുന്നു എന്നുള്ള പറയുന്ന പോലെ ഇവിടെ എന്താ ചെയ്യുന്നത്? 0 നിന്ന് 1 കുറയ്ക്കാൻ 1 0 നിന്ന് 1 കുറയ്ക്കാനുള്ളതാണ്. 1 0 നിന്ന് 1 കുറയ്ക്കാനുള്ള 1 ബോറായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ 0 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് 1ഉം അതുപോലെ അതിന്റെ ബോറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1ഉം ക്യാരിക്ക് വരും, ബോറോ 1 വരും. ഓക്കെ, 0 നിന്ന് 1 കുറച്ച് എന്ത് കിട്ടും? 1 ഉള്ള ആൻസർ കിട്ടും, ബോറോ 1 വരും അല്ലെ. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 10 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 എന്നുള്ള റിസൾട്ട് കിട്ടുന്ന പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ 1 കിട്ടി, 1 ബോറോ ഉണ്ട് അല്ലെ. ആ 1 എന്ത് ചെയ്യുന്നു? 0ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. 1 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ദെൻ 1 മൈനസ് ചെയ്താൽ 0. 0 നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് 1 റിസൾട്ട് കിട്ടും, അതുപോലെ 1 ബോറോ ഉണ്ടാവും. ആ 1 എന്ത് ചെയ്യുന്നു? മറ്റേ 1 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 0 0 1 എന്നാണ്. 0 1 0 0 1 കിട്ടും. അത് 1 0 0 1 ശരി.
ഇത്രയാണ് ബൈനറി അഡീഷനും ബൈനറി സബ്സ്ട്രാക്ഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് റെപ്രസെൻറ്റേഷൻ ആണ്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഇന്ന് ഈ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം ബുക്ക് വായിച്ച് ഇന്ന് തന്നെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക.